ലിപ് കെയറിൻ്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പുറകിലാണ്. നമ്മൾ നന്നായി ഹെയർ കെയർ ചെയ്യും, സ്കിൻ കെയർ ചെയ്യും. പക്ഷേ പലപ്പോഴും ഇതിലൊന്നും ഉൾപ്പെടുത്താതെ നമ്മൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ലിപ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? നല്ല രീതിയിൽ സൺടാനൊക്കെ അടിച്ച് പിഗ്മെൻറ്റേഷനൊക്കെ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ലിപ് കെയറിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ സാരമില്ല, ഇന്നലെ മുതൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആയിക്കൊള്ളട്ടെ. ഇന്ന് മുതൽ നമുക്ക് ലിപ്സിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങാം. ലിപ് കെയർ ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഒരു ദിവസത്തിൽ ഒരു 3 മിനിറ്റ് മാത്രം ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതിയാകും. അപ്പോൾ ഈ പിഗ്മെൻറ്റേഷനൊക്കെ മാറി ലിപ്സ് നല്ല ഭംഗിയുള്ളതാവാൻ വേണ്ടിയുള്ള ഒരു റെമഡിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് അറിയണ്ടേ? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങൾ ചാനൽ കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചുണ്ടുകൾ വല്ലാണ്ട് പിഗ്മെൻറ്റേഷൻ അടിച്ചു പോയല്ലോ, ഡള്ളായി പോയല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒട്ടും അതോർത്ത് വിഷമിക്കേണ്ട. അതിനുള്ള ഒരു നല്ല റെമഡി പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതിയാകും ആ പിഗ്മെൻറ്റേഷൻ നമുക്ക് അവിടെ നിന്ന് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനായിട്ട്. അതിന് നമുക്ക് ആവശ്യമുള്ളത് 3 കാര്യങ്ങളാണ്. അതിൽ 1 ഹണിയാണ്, 2 ഒരു നാരങ്ങയാണ്, 3 ഷുഗറാണ്, പഞ്ചസാര. ഇത് 3ഉം എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ആ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം പഞ്ചസാര നമുക്ക് വലിയ തരികളുള്ളതാണെങ്കിൽ അത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് തരികളായി പോകണ്ട, പൊടിഞ്ഞു പോകണ്ട. എന്നാൽ കുറച്ച് തരികളുള്ള തരത്തിൽ നമുക്കൊന്ന് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം ഹണി എടുക്കുക. 1 സ്പൂൺ പഞ്ചസാരയിലേക്ക് കുറച്ച് ഹണി ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 2-3 ഡ്രോപ്സ് നാരങ്ങാ നീരും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ പതിയെ ഒന്ന് സ്ക്രബ് ചെയ്യുക. വളരെ ജെൻറ്റിലായിട്ട് വേണം അത് ചെയ്യാനായിട്ട്. നമ്മുടെ ലിപ്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് വളരെ ജെൻറ്റിലായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക. അതിനുശേഷം ഒരു 1 മിനിറ്റോളം സ്ക്രബ് ചെയ്യുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നിങ്ങൾ ലിപ്സ് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം മാത്രം ചെയ്താൽ മതിയാകും. ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ലിപ്സ് നല്ലൊരു പിങ്ക് ടോൺഡായിട്ട് ഇരിക്കുന്നതായിട്ട് കാണും. നല്ല സോഫ്റ്റായിട്ട് നല്ല സപ്പിളായിട്ട് ലിപ്സ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു റെമഡിയാണ് ഇത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ലിപ്സിൽ എന്തെങ്കിലും പിഗ്മെൻറ്റേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ടുള്ള റെമഡീസ് മാത്രം നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ലിപ്സ് വളരെ ഡ്രൈയിങ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യ്, നല്ല നാടൻ നെയ്യുടെ കൂടെ കുറച്ച് ടേമറിക്ക്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് ചുണ്ടിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ലിപ്സ് ലൈറ്റർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇത് എക്സലൻ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ നെയ്യും മഞ്ഞളും കൂടെയുള്ള ഈ റെമഡി നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാവുന്നതാണ്. വരണ്ട ചുണ്ടുകൾ ഉള്ളവർക്ക് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ചില ആളുകൾക്ക് ഈ നെയ്യ് തേക്കുമ്പം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലിസറിനും കുറച്ച് റോസ് വാട്ടറോടെ മിക്സ് ചെയ്ത് ചുണ്ടിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓവർനൈറ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് ജസ്റ്റ് ഇത് രണ്ടും എടുത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഇതും നമ്മുടെ ലിപ്സ് ലൈറ്ററാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതൊക്കെ ഡെയിലി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആദ്യത്തെ റെമഡി എന്ന് പറയുന്നത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ചെയ്യുക. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും. നിങ്ങൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലിപ്സിന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലിപ്സും നമ്മുടെ മുഖം നമ്മൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന പോലെ തന്നെ ലിപ്സും നമുക്ക് നല്ല ചുമന്ന തുടുത്ത ചുണ്ടുകളായിട്ട് നമുക്ക് അത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്വാളിറ്റി ഉള്ള ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പല നല്ല ബ്രാൻഡുകളുടെയൊക്കെ ലിപ്സ്റ്റിക്കുകൾ മാത്രം യൂസ് ചെയ്യുക. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റാണ്. പലപ്പോഴും നമ്മൾ ഈ ക്വാളിറ്റി ഇല്ലാത്ത ബ്രാൻഡുകളിലെ ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോൾ പിന്നീട് അത് ചുണ്ട് കറക്കാനൊക്കെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ടാണ് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ലിപ്സിനും ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് SPF 30 എങ്കിലുമുള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്യുക. നിങ്ങൾ കളറുള്ള ലിപ് ബാമുകൾ യൂസ് ചെയ്യാതിരിക്കുക പരമാവധി. അത് കളറുള്ള ലിപ് ബാമുകൾ
യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും ചുണ്ട് കറക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഒരു സമയം മുഴുവൻ ഞാൻ ലിപ് ബാമുകളായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കളേർഡായിട്ടുള്ള ലിപ് ബാമുകൾ. പിന്നെ അതെൻ്റെ ചുണ്ട് വല്ലാണ്ട് കറുത്തതിന് ശേഷം ഞാനത് അവോയ്ഡ് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ കളറുള്ള ലിപ് ബാമുകൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങളൊരു നല്ല ലിപ് ബാം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു ലിപ് ബാം പരിചയപ്പെടുത്താം. ഇത് വിഷ്കെയറിൻ്റെ സെറാമൈഡ് ലിപ് ബാമാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം. ഇത് SPF 50 ഉള്ള ലിപ് ബാമാണ്. വളരെ നല്ല ഒരു ലിപ് ബാമാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിപ്സിൻ്റെ കളറ് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സിന് പിഗ്മെൻറ്റേഷനൊക്കെ അടിച്ച് ലിപ്പ് വല്ലാണ്ട് ഡള്ളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് അത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും കൂടുതൽ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് നമ്മുടെ ലിപ്സ് കൂടുതൽ കറുത്തു പോവുകയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളൊരു നല്ല ലിപ് കെയർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അധിക ചിലവുകളൊന്നുമില്ലാത്ത കാര്യങ്ങളാണ്. ഇത് വെച്ചതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ തന്നെ നിങ്ങളൊരു ലിപ് കെയർ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.